അല്ലെങ്കിൽ ഒരു വർക്ക് നമ്മൾ കൃത്യമായി ചെയ്യണമെങ്കിൽ, സക്സസ് ആയി ചെയ്യണമെങ്കിൽ അതിന് ഒരു മാനേജ്മെന്റ് സിസ്റ്റം വേണം. ഞങ്ങളൊക്കെ റിഫൈനറികളിൽ, ഞാൻ കുവൈറ്റ് റിഫൈനറിയിലാണ് വർക്ക് ചെയ്തിരുന്നത്, സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിൽ. അപ്പോൾ അവർക്കൊരു സിസ്റ്റം ഉണ്ട്. അതിനെ HSEMS എന്നാണ് പറയുന്നത്, ഹെൽത്ത് സേഫ്റ്റി എൻവയറൺമെന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ് പറയുന്നത്. അത് ഒരു 2000-ൽ ഒരു അപകടം റിഫൈനറി നടക്കുകയും KNBC ഒരുപാട് രാജ്യങ്ങളിലെ സേഫ്റ്റി കൺസൾട്ടൻസിനെ വിളിക്കുകയും അവരുമായി ഒരു ചർച്ച ചെയ്യുകയും അതിന്റെ റൂട്ട് കോസസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെക്കുകയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞ ഒരു 14 എലമെന്റ്സ് ഉണ്ട്. അത് 1 ലീഡർഷിപ്പ് കമ്മിറ്റ്മെന്റ് ആൻഡ് അക്കൗണ്ടബിലിറ്റി, 2 മാനേജ്മെന്റ് സിസ്റ്റം മെട്രിക്സ് ആൻഡ് ഓഡിറ്റ്, 3 സേഫ് വർക്ക് പ്രാക്ടീസ് പെർമിറ്റ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്, 4 ട്രെയിനിങ് ആൻഡ് കോമ്പറ്റൻസ്. അങ്ങനെ തുടങ്ങി ഒരു 14 പ്രധാനപ്പെട്ടത് അടുത്തതാണ് ബിഹേവിയർ, എമർജൻസി പ്രിപ്പയർഡ്നെസ്. ഇങ്ങനെ ഒരു 10 അവർ പറഞ്ഞത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് റിസ്ക് അസസ്മെന്റ് ഉൾപ്പെടെ. അപ്പോൾ ഈ ഒരു സിസ്റ്റമാണ് ഇങ്ങനെ തുടങ്ങി. ഞാൻ ഈ റിഫൈനറിയിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇവിടെ ഞാൻ പറയുന്നില്ല എന്ന് മാത്രം. ഒരുപാട് സമയമുള്ളതുകൊണ്ട് ഞാൻ പറയുന്നു. ഇനി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ലീഡർഷിപ്പ്, എന്താണ് മാനേജ്മെന്റ് സിസ്റ്റം, എന്താണ് റിസ്ക് അസസ്മെന്റ്, എന്താണ് ബിഹേവിയർ, തുടർന്നുള്ള വീഡിയോകളിൽ. താങ്ക് യു.